എൻ്റെ പേര് കലാരഞ്ജിനി, റാന്നിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 27/10/2023 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ, ഞാൻ ശരിക്കും അമ്മയെപ്പറ്റി അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ വന്നിരുന്നേനും. അപ്പം എനിക്കൊരു 3.5 വർഷമായിട്ട് എന്നോടൊപ്പം നിലനിന്നിരുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അലോപ്പതി ചെയ്തു, ആയുർവേദം ചെയ്തു, ഹോമിയോ ചെയ്തു, പച്ചമരുന്ന് ചെയ്തു. അങ്ങനെ അവസാനം ഡോക്ടർമാർ പോലും എന്നോട് ചോദിച്ചു, ഇത്രയും മരുന്ന് കഴിച്ചിട്ട് ഇതെന്തുകൊണ്ട് ഈ രോഗം ഭേദമായില്ല? ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്കറിയില്ലല്ലോ എന്താണ് രോഗമെന്ന്. അന്നേരം അവർ പറയുന്നത് വെള്ളപ്പോക്ക് എന്നൊരു രോഗമാണെന്നാണ് പറയുന്നത്. ശരിക്കും ഗർഭപാത്രത്തിൽ നമ്മളെ മൂത്രം പോകുന്നത് പോലെ ഒരു വൈറ്റ് ഫ്ലൂയിഡ് പൊയ്ക്കൊണ്ടിരിക്കുക. ഒരു പാട് വെക്കാതെ എനിക്കൊരു സ്ഥലത്തും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ ഞാനൊരു ടീച്ചിങ്ങിലാണ് എനിക്ക് താല്പര്യം, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 3.5 വർഷമായിട്ട് എനിക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. ഇനിയും ഞാനൊരു ഹിന്ദുവായിട്ടാണ് ജനിച്ചത്, ഒരു ഹിന്ദു വിശ്വാസമായിരുന്നു. അങ്ങനെ രാവിലെ 3 മണിക്ക് എണീറ്റ് കുളിച്ച് തിരി കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട്. അങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഏത് ദൈവത്തെ വിളിക്കണം? ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ ഇതുപോലെ കരഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഒരു കുട്ടി പത്രവുമായിട്ട്, കൃപാസന അമ്മയുടെ പത്രവുമായിട്ട് വീട്ടിൽ വന്നു പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരു കുട്ടിയാണ്. അപ്പം അതിൻ്റെ അനുഭവങ്ങളൊക്കെ, അതിന് അമ്മ കൊടുത്ത കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു തന്നെ എനിക്കൊരാശ്രയം അമ്മ തന്നെയാണെന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു, വിൻഷേട്ടാ ഇതുപോലെ നമുക്ക് അമ്മയുടെ അടുത്ത് വരെ പോകാമെന്ന് പറഞ്ഞു. നാളെ എനിക്ക് പറ്റില്ല, ഒരു കാര്യം ചെയ്ത് നോക്കും, മറ്റന്നാൾ പോകാം. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ കരഞ്ഞ് ഉടമ്പടി എടുത്തു. അങ്ങനെ 1 മാസം പോലും ആയില്ല. 1 മാസം ആകുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മുടെ അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ കയറിയപ്പോൾ അച്ഛൻ പറയുന്നു, ഗർഭപാത്രത്തിൽ ഒരു കക്കയുടെ നിറമുള്ള ഒരു വൈറ്റ് കളറുള്ളതാണ്, ഇങ്ങനെ പാട പോലെ രൂപപ്പെട്ടു. ആ രോഗമുള്ള വ്യക്തിയെ അമ്മ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പെട്ടെന്ന് എനിക്ക് സന്തോഷമായി, എന്നെ അമ്മ കാണുന്നുണ്ടല്ലോ എന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പെട്ടെന്നത് എനിക്ക് എൻ്റെ രോഗത്തെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, അവർക്കെല്ലാം ഞാനിത് അയച്ചു കൊടുത്തു. അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന ഞാൻ കേട്ട് ഒരാഴ്ച ആയില്ല, ഒരു മരുന്നും കഴിക്കാതെ തന്നെ എനിക്ക് ആ രോഗം ഭേദമായി. അതുപോലെ രണ്ടാമത് എൻ്റെ മമ്മിക്ക് ഇതുപോലെ 3 വർഷം അടുപ്പിച്ച് ഒരു ആദ്യം വെള്ളം പൊങ്ങിയപ്പോഴത്തെ ഒരു വിഷം തൊട്ടിരുന്നു. 99% ശരീരത്തിൽ വിഷം കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിഷം തൊട്ട് പിന്നെ വരുന്ന തുടർച്ചയായി 3 വർഷങ്ങളിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൊറിയും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ശരീരമാസകലത്തെ തൊലി മുഴുവനും അങ്ങനെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീർണിച്ചൊരു ശരീരം എന്ന് പറയാം. അങ്ങനെ വന്നിട്ട് ഒരുപാട് ഡോക്ടർമാർക്ക് പോലും അറിയില്ല എന്താണ് ഈ അസുഖത്തിന് കാരണം. 3 വർഷം അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്ന് പിന്നെ കുറേ നാൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് ഈ രോഗം മാറുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് വരെ 27/10/2023 ഉടമ്പടി എടുത്ത് ഞാൻ അതിനുശേഷം ഇത്ര നാൾ വരെ ഈ രോഗം വന്നിട്ടേ ഇല്ല. ഇപ്പോൾ നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു എൻ്റെ അമ്മ. വരാൻ സാധിച്ചില്ല, പനിയായിരുന്നു, കുഞ്ഞിന് പനിയായിരുന്നുകൊണ്ട് വരാൻ സാധിച്ചില്ല. എൻ്റെ അച്ഛൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. വക്കീൽ പറഞ്ഞു, ചേട്ടാ നമുക്കിത് ജയിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ, അച്ഛൻ്റെ ഭാഗത്താണ് നീതി, എങ്കിലും നമുക്കറിയില്ലല്ലോ ഈ കേസ് സാധാരണ അങ്ങനെ ജയിക്കാറില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പറഞ്ഞു ഡാഡി, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡാഡിയുടെ കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തിയാണ് എൻ്റെ ഫാദർ. പിന്നെ ആരും ഇല്ലാത്തവരെ അനാഥാലയത്തിലാക്കുകയും
വയ്യോർത്ത് കിടക്കുന്നവരെ അവർക്ക് പിന്നെ അവിടെ അനാഥാലയത്തിലാക്കി അവരെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം പിന്നെ വക്കീൽ ആ കേസിൽ വിജയിച്ചു. വക്കീൽ പറഞ്ഞു എങ്ങനെയാണ് ആ കേസ് വിജയിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഡാഡി മറ്റാരുമല്ല അത് വാദിച്ചത്, അമ്മ തന്നെയാണ് അവിടെ വന്ന് വാദിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ആ കേസ് വിജയിച്ചു. ശരിക്കും ആ മെമ്പർ എന്നുള്ള സ്ഥാനത്ത് നിലനിൽക്കുവാനുള്ള ഒരു അവസരം പോലും ഇല്ലായിരുന്നു. ആ സ്ഥാനത്ത് മുൻകാല പ്രാബല്യത്തോടുകൂടി ഓണറേറിയം അനുവദിച്ചുകൊണ്ട് എത്രയും നാളാണോ അവരുടെ കാലാവധി ഉള്ളത് ആ കാലാവധി വരെ തുടരുവാനുള്ള ഒരു അനുഗ്രഹവും അമ്മ വാദിച്ചു കൊടുത്തു. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കോർണിയയ്ക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നല്ല മുറിവായിരുന്നു. അത് പോയിൻ്റ് തന്നെയായിരുന്നു. അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു കോർണിയ തന്നെയാണല്ലോ അത് മുറിഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ആകെ ഭയന്നു പോയി. ഒരു കാര്യം എന്തായാലും ഒരു 2 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ പോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വൈകുന്നേരം വരുന്ന അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഇടത് കണ്ണിൽ അമ്മയുടെ തൈലം പുരട്ടി കൊടുത്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പം ഡോക്ടർക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇതെങ്ങനെ കരിഞ്ഞു വന്നു. ഞാൻ അന്നേരം പെട്ടെന്ന് പറഞ്ഞു എൻ്റെ കൃപാസനമ്മയാണ് ഡോക്ടറെ എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ മുറിവെല്ലാം കരിച്ചത്, എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ച വരെ കൊടുത്തത് അമ്മയാണ്. അപ്പോൾ ഡോക്ടർക്ക് സംശയം ഇനി കാഴ്ചയ്ക്ക് വല്ലതും കുഴപ്പമുണ്ടോ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല, ഇപ്പോഴും അമ്മയുടെ അനുഗ്രഹത്തോടെ ഒരു കുഴപ്പവും ഇല്ലാതെ തന്നെ പോകുന്നു. പിന്നെ നമ്മുടെ വാഹനാപകടത്തിൽ നിന്നല്ല. ഒരു ദിവസം ഞങ്ങൾ പരുമലപ്പള്ളിയിൽ ഇങ്ങനെ രാത്രി പോകാൻ എൻ്റെ ഹസ്ബൻഡ് ഉറങ്ങിപ്പോയി. വാഹനം മറിയേണ്ടതായിരുന്നു. എടുത്തു വെച്ചതുപോലെ വാഹനം നിന്നു. പോകുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു മിച്ചേട്ടാ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു കാശ് രൂപം കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞു. അമ്മയുടെ കാശ് രൂപം കൊണ്ടാണ് ഞാൻ പോയത്. എവിടെ പോയാലും കാശ് രൂപം കൊണ്ടാണ് പോകുന്നത്. അതിൻ്റെ അനുഗ്രഹവും അമ്മ എപ്പോഴും തരുന്നുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ വസ്ത്രം കുഞ്ഞുങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെക്കൊണ്ട് കഴിയുന്ന പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയുന്ന നമുക്കറിയാമല്ലോ വിശന്ന് നിൽക്കുന്നവരൊക്കെ കണ്ട് നമുക്കറിയാം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ വേണമെന്നല്ല ഭക്ഷണം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഭക്ഷണം വേണമെന്ന് പറയുന്നവർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഹസ്ബൻഡാണെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്ന എന്നെക്കാട്ടിൽ കൂടുതൽ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. കാര്യം എൻ്റെ കയ്യിൽ എപ്പോഴും പൈസ കാണണമെന്നില്ല, അദ്ദേഹം ചെയ്യുന്നുണ്ട്. പത്രം കൊടുക്കും, കൃപാസന പത്രം കൊടുക്കാറുണ്ട്. ബൈബിൾ വായിക്കുമെന്നും പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, ജപമാല ചൊല്ലാറുണ്ട്. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായത്തിൽ 40-ാം തിരുവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? തൻ്റെ സഹോദരനായ ലാസറിൻ്റെ മരണത്തോടനുബന്ധിച്ച് സഹോദരിമാർ ഈശോയുടെ അടുത്ത് മരിച്ചയാളുടെ സഹോദരിയായ മർത്ത കരഞ്ഞുകൊണ്ട് യേശുവിനോട് തൻ്റെ വേദന പങ്കിടുമ്പോൾ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്ന ഈശോ കണ്ണീർ പൊഴിക്കുന്നു എന്നൊക്കെ ബൈബിളിൽ നമുക്ക് തിരുവചനങ്ങളിലൂടെ കാണുവാൻ കഴിയും. അത്രയേറെ ഈശോ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ലാസർ. എന്നാൽ ആ മകൻ ലാസറിൻ്റെ മരണസമയത്ത് ഈശോ അവിടെ ഉണ്ടാകുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ലാസറിൻ്റെ മരണം അത് കൂടുതൽ ദൈവമഹത്വം പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ദൈവം ആ സംഭവത്തെ എടുത്തുയർത്തുന്നത്? അങ്ങനെ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ലാസറിൻ്റെ സഹോദരിയായ മർത്തായോട് പറയുന്ന കർത്താവ് അതേ വാക്കുകൾ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് 3.5 വർഷത്തോളമായി താൻ പോകാത്ത സ്ഥലങ്ങളില്ല, ചെയ്യാത്ത ട്രീറ്റ്മെൻറ്റുകളില്ല. എന്നാൽ തനിക്ക് പുറത്തൊരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ തന്നെ ബാധിച്ചിരുന്ന അസ്വസ്ഥത, അത് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന
അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി ആരാധന അതെത്രമാത്രം ഈശോ ആഗ്രഹിക്കുന്നതാണ്. നാം ഉടമ്പടി ആരാധനയിൽ പങ്കെടുക്കണമെന്ന് തിരുവചനങ്ങളിലൂടെ ദൈവം തന്നെയാണ് നമ്മോട് സംസാരിക്കുക. ദൈവിക പ്രചോദനങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ ദൈവം അരുളി ചെയ്യുമ്പോൾ തീർച്ചയായും അവിടെ അത്ഭുതങ്ങൾ തന്നെയാണ് നടക്കുക. ലാസറിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന കർത്താവിൻ്റെ ഇടപെടലുകൾ ഈ മകളുടെ ജീവിതത്തിൽ രോഗസൗഖ്യമായിട്ട് എങ്ങനെ വരുന്നു? ബഹുമാനപ്പെട്ട അച്ഛൻ ഉടമ്പടി ആരാധനയിൽ പറയുന്നു ഈ മകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന്. ഈ മകൾ ആ അവസ്ഥ തൻ്റേത് തന്നെയാണെന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. തനിക്ക് തന്നെ അത് ഫീൽ ചെയ്തു. പിന്നീട് എങ്ങനെയാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ താൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഉടമ്പടി ആരാധനയിൽ പങ്കെടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ മൂന്നര വർഷമായിട്ട് തന്നെ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ഒരു വലിയ രോഗശാന്തി തനിക്ക് ലഭിക്കുന്നതായിട്ടും ഇന്ന് വരെയും ഇപ്പോൾ തനിക്ക് അങ്ങനെയൊരു പ്രോബ്ലംസ് ഒന്നുമില്ല. അതുപോലെ തൻ്റെ അമ്മ ജീവനുള്ള ഒരു ജീർണിച്ച ശരീരം, അതാണ് ഈ മകൾ അമ്മയുടെ കാര്യത്തിൽ പറയുക. 3 വർഷമായിട്ട് അമ്മയും ഇതേപോലെയുള്ള ഒരു അലർജി ഓരോ വർഷത്തിലൊരു പ്രാവശ്യം വരും. അതെന്താണെന്ന് ഡോക്ടേഴ്സിന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ പിന്നീട് അമ്മയ്ക്കും നേർച്ച വസ്തുക്കളിലൂടെ അമ്മയ്ക്ക് സൗഖ്യം ലഭിക്കുന്നു. അപകടങ്ങളിൽ നിന്ന് കുടുംബത്തെ സംരക്ഷിക്കുന്നത്. അതുപോലെ തൻ്റെ അച്ഛന് ഒരു കേസുണ്ടായിരുന്നു. ആ കേസിലൊക്കെ അച്ഛന് വിജയിക്കാനായത് അമ്മയാണ് അഡ്വക്കേറ്റായിട്ട് അവിടെ വാദിച്ചതെന്നാണ് പറയുക. ഹൈക്കോടതിയിലുണ്ടായിരുന്ന കേസാണ്. യാതൊരു രീതിയിലും ആരും തനിക്ക് വേണ്ടി തൻ്റെ അച്ഛന് വേണ്ടി വാദിക്കാനില്ലാത്തപ്പോൾ അമ്മ അത് അച്ഛന് അനുകൂലമായ രീതിയിൽ തീർപ്പാക്കുന്നു. തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കോർണിയ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മുറിഞ്ഞു. കാഴ്ച പോലും നഷ്ടപ്പെടുമോ എന്ന് ഡോക്ടേഴ്സ് ശങ്കിച്ചിരുന്നിടത്ത് 2 ദിവസം കൊണ്ട് തന്നെ ആ മുറിവൊന്നും കാണാതായി. അത് അത്രമേൽ നന്നായിട്ട് ക്യുവറായി. ഇതൊക്കെ ഈ മകൾ പറഞ്ഞ് നാം അറിയുമ്പോൾ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് നമുക്ക് കാണുവാൻ കഴിയുക. താൻ ബൈബിള് വായിക്കുന്നു, 3 മണിക്ക് എഴുന്നേറ്റ് തനിക്ക് പ്രാർത്ഥിക്കുന്ന ശീലമുണ്ട്, അത് തുടർന്നു കൊണ്ടുപോകുന്നു. തൻ്റെ പ്രാർത്ഥനകളും മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെയായിട്ട് ഇന്ന് മനുഷ്യരിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ഒരു ജനത പുറപ്പെടുകയാണ്. അത് വാഗ്ദാന പേടകവും കൊണ്ട് നടന്ന ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണെങ്കിൽ ഇന്ന് ഉടമ്പടിയെടുത്ത മക്കൾ പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകവുമായിട്ട് കൃപാസന പത്രവും കൊണ്ട് ജനലക്ഷങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ജനങ്ങളെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും അറിയാത്തവരെ അറിയിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവാഹകരായിട്ട് മാറുകയാണ്. അതിന് ജാതിയില്ല, മതമില്ല, അതെല്ലാവർക്കും ഈശോ സംലഭ്യനാണെന്ന് ഇന്ന് ഉടമ്പടി ജീവിതത്തിലൂടെയുള്ള അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.